فتسوق البدري أهدى العديد حصول كل ونائي وعلى أمة سيدنا محمد ഏറ്റവും ആദരണീയനായ ഉസ്താദുമാരെ അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ തൗബ കൊണ്ട് ശുദ്ധമാക്കിയെടുക്കണം. നാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. നാം എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സ്നേഹമുള്ളവനാണ്, ഇഷ്ടമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ യുദ്ധക്കളത്തിലേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നു. ആ ഉമ്മ യുദ്ധക്കളമാകെയും പരിശോധിക്കുന്നു. എന്താണ് പരിശോധിക്കുന്നതെന്നറിയുമോ? തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ ഉമ്മ യുദ്ധക്കളമൊക്കെയും പരിശോധിച്ചപ്പോ ആ യുദ്ധക്കളത്തിന്റെ ഒരു വശത്ത് നിന്ന് തന്റെ കുഞ്ഞിനെ കിട്ടുകയാണ്. ആ ഉമ്മ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നു. ആ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നു. ആ കുഞ്ഞിനോട് സ്നേഹപ്രകടനം നടത്തുന്നു. ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ സ്വഹാബ, ആ ഉമ്മ കുഞ്ഞിനെ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വഹാബത്ത് പറയുകയാണ്, ഇല്ല നബിയെ, ഒരിക്കലുമില്ല. അത്രമേല ഉമ്മ തന്റെ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഉമ്മാക്ക് തന്റെ കുഞ്ഞിനെ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ സാധിക്കുകയെന്ന് സ്വഹാബത്ത് നബി തങ്ങളോട് മറിച്ച് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതിനാൽ ആ ഉമ്മാക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ അല്ലാഹുവിന്റെ തന്റെ അടിമകളോട് സ്നേഹമുണ്ട് സ്വഹാബ. അതുകൊണ്ട് അവനിലേക്ക് നാം തൗബ ചെയ്ത് മടങ്ങണം. നമ്മോട് സ്നേഹമുള്ളവനാണ്, ഇഷ്ടമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ യുദ്ധക്കളത്തിലേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നു. ആ ഉമ്മ യുദ്ധക്കളമാകെയും പരിശോധിക്കുന്നു. എന്താണ് പരിശോധിക്കുന്നതെന്നറിയുമോ? തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ ഉമ്മ യുദ്ധക്കളമൊക്കെയും പരിശോധിച്ചപ്പോ ആ യുദ്ധക്കളത്തിന്റെ ഒരു വശത്ത് നിന്ന് തന്റെ കുഞ്ഞിനെ കിട്ടുകയാണ്. ആ ഉമ്മ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നു. ആ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നു. ആ കുഞ്ഞിനോട് സ്നേഹപ്രകടനം നടത്തുന്നു. ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ സ്വഹാബ, ആ ഉമ്മ കുഞ്ഞിനെ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വഹാബത്ത് പറയുകയാണ്, ഇല്ല നബിയെ, ഒരിക്കലുമില്ല. അത്രമേല ഉമ്മ തന്റെ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണല്ലോ. എങ്ങനെയാണ് ആ ഉമ്മാക്ക് തന്റെ കുഞ്ഞിനെ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ സാധിക്കുകയെന്ന് സ്വഹാബത്ത് നബി തങ്ങളോട് മറിച്ച് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതിനാൽ ആ ഉമ്മാക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ അല്ലാഹുവിന് തന്റെ അടിമകളോട് സ്നേഹമുണ്ട് സ്വഹാബ. അതുകൊണ്ട് അവനിലേക്ക് നാം തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹു നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്, നമ്മോട് ഏറെ സ്നേഹമുള്ളവനാണ് അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെട്ടു പോകരുത്. നിങ്ങൾ നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സർവ്വ ദോഷങ്ങളെയും പുറത്തു തരുന്നവനാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് നാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഫയാ ഖൈബത മൻ അഖറ തൗബത ഇലാ ആമിൻ ഖാബിൽ. മഹാനായ ഇബ്നു അബ്ബാസ് മിസ്രി റളിയല്ലാഹു അൻഹു തന്റെ ഖുതുബയിൽ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഫയാ ഖൈബത മൻ അഖറ തൗബത ഇലാ ആമിൻ ഖാബിൽ. അടുത്ത വർഷം തൗബ ചെയ്യാമെന്ന് വിചാരിച്ചവരുടെ പരാജയമേ, അവർ പരാജയപ്പെട്ടതു തന്നെ. കാരണം എന്തേ? ഈ വർഷം തന്നെ മരണപ്പെട്ടാലോ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു
അജ്ജിലൂ ബിത്തൗബതി ഖബ്ലൽ മൗത്ത്. മരണം വന്നുപെടുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ. നിങ്ങൾ തൗബയുടെ കാര്യത്തിൽ ധൃതിയുള്ളവരാകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് നാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അടുത്ത വർഷത്തേക്ക് നാം തൗബയെ നീട്ടിവെക്കാൻ പാടില്ല. അടുത്ത വർഷം നാം നമ്മിൽ ആരുണ്ടെന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് നാം മരിച്ചു പോകുന്നതെന്ന് നമുക്കറിയില്ല. എത്രയെത്ര ആളുകളാണ് നമ്മിൽ നിന്ന് രോഗം പോലും ഇല്ലാത്ത ആളുകൾ, എത്രയെത്ര ആരോഗ്യമുള്ള ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു പോകുന്നു. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു പോകുന്നു. പിന്നെ എങ്ങനെയാണ് നമുക്ക് നാം അടുത്ത വർഷം വരെ ജീവിക്കുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുക? അതുകൊണ്ട് നാം ആദ്യമായി തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധമായാൽ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷയുള്ളൂ. നമ്മുടെ ഹൃദയം മറ്റു സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നമ്മുടെ ഹൃദയം നാം ശുദ്ധമാക്കണം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനുള്ള ചില കാര്യങ്ങൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. വദവാഉ ഖൽബിൻ ഖംസതു ഫതിലാവാ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ അവൻ അർത്ഥമറിയുന്നവനാണെങ്കിൽ, പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥമറിയുന്നവനാണെങ്കിൽ, ആ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവൻ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ശുദ്ധമാകുമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്. രണ്ടാമതായി പറഞ്ഞ കാര്യം എന്തെന്നറിയുമോ? പള്ള നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കലാണ്. വളരെയേറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം മോശമായി പോകും. നമുക്ക് വിശപ്പ് വരുന്ന സമയത്തൊക്കെയും നമ്മുടെ ഹൃദയം ശുദ്ധമാകും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നാം വളരെയേറെ മിതത്വം പാലിക്കണം. ഇബാദത്തുകളും നമ്മുടെ ജോലിയും ചെയ്യാൻ വേണ്ടി മാത്രം നാം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരായി നാം മാറരുത്. ആ കാര്യത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകുമെന്ന് മഹാനായ മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി പറയുകയാണ്, വഖിയാമു ലൈലിൻ വതളറഉ ബിസ്സഹർ വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ. രാത്രിയിൽ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നയാൾ, രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നയാൾ, മുൻഗാമികളായ സ്വാലിഹീങ്ങളെപ്പോലെ ദീർഘമായി നിസ്കരിക്കുന്നയാളുടെ ഹൃദയം ശുദ്ധമാകും. അത്തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് വളരെ വിനയാന്വിതനായിക്കൊണ്ട് വളരെ താഴ്മയുള്ളവനായി അല്ലാഹുവിനോട് ഇരുകരങ്ങളും ഉയർത്തി ദുആ ചെയ്യുന്നവൻ, അവന്റെയും ഹൃദയം ശുദ്ധമാകും. അഞ്ചാമതായി മഹാനവർകൾ പറയുകയാണ്, വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ. നാം ആരുടെ കൂടെയാണ് കൂടേണ്ടത്? നാം സ്വാലിഹീങ്ങളോടൊപ്പമാണ് സഹവസിക്കേണ്ടത്. നാം സ്വാലിഹീങ്ങളോടൊപ്പം മഹത്തുക്കളോടൊപ്പം സഹവസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. നാം ആരോട് കൂട്ടുകൂടുന്നുവെന്ന് നാം വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. നാം വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലി. ഒരു മനുഷ്യൻ ആരുടെ കൂടെയാണോ കൂടുന്നതെങ്കിൽ അവന്റെ സ്വഭാവമാണ് ഈ മനുഷ്യൻ